നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയുടെ ഒരു കൂറ്റൻ ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങൾ പിടിച്ചെടുക്കുന്നുവെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് ആ കെട്ടിടം ഇടിച്ചു നിരത്തുന്നതിന് പകരം അവിടെ യാതൊരു മാറ്റവും വരുത്താതെ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ലോഗോ മാത്രം പതിപ്പിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ശരിക്കും ആ പഴയ പ്രൗഢി മുഴുവൻ സ്വന്തം പേരിലാക്കി മാറ്റുന്ന വലിയൊരു തന്ത്രം തന്നെയാണത്. അതെ, കൃത്യമായി പറഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതുതന്നെയാണ്. ഇന്ന് നമ്മൾ ഈ ആഴത്തിലുള്ള പഠനത്തിൽ പരിശോധിക്കുന്നത് പോപ്പ് ബോണിഫസ് നാലാമനെക്കുറിച്ചാണ്. അതായത് തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരു പഴയ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയൊരു ലോകക്രമം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തന്നവരാൾ. ശരിയാണ്. ഹന്നക്ക വാൻ ആസ്പെറിന്റെ ആൻഡ് ദേ വർ ഓൾവേസ് ഇൻ ദ ടെമ്പിൾ എന്ന അക്കാഡമിക് ലേഖനവും പിന്നെ ബീഡിന്റെ ചരിത്രരേഖകളും ലിബർ പോണ്ടിഫിക്കാലിസും ഒക്കെയാണ് നമ്മൾ ഇതിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ രേഖകളിലൂടെ പോകുമ്പോൾ വെറുമൊരു മതനേതാരനെയല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ലോകചരിത്രത്തിന്റെ ഗതി മാറ്റിയ ഒരു അസാമാന്യ ഭരണാധികാരിയെയാണ്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും, അല്ലേ? തീർച്ചയായും. വലേറിയ പ്രവിശ്യയിലെ മാർസി വംശത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അച്ഛൻ ജോൺ ഒരു ഡോക്ടറായിരുന്നു. അതായത് സമൂഹത്തിൽ അത്യാവശ്യം നല്ല സ്വാധീനമുള്ളൊരു പശ്ചാത്തലം. അപ്പോൾ തുടക്കം മുതലേ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അതെ. പിന്നെ പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റിന്റെ കാലത്ത് റോമൻ സഭയിലെ ഡീക്കനായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് വളരെ വേഗം വലിയ ചുമതലകൾ കിട്ടി. പ്രധാനമായും ഡിസ്പെൻസേറ്റർ എന്ന സുപ്രധാന പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഡിസ്പെൻസേറ്റർ എന്ന് പറയുമ്പോൾ അതായത് സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ആളല്ലേ? അതെ. സഭയുടെ ഭൂമി, വരുമാനം, സ്വത്തുക്കൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ പദവി. ഇന്നത്തെ കാലത്തെ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ CFO അഥവാ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചെയ്യുന്ന അതേ പണി. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അല്ല, എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതം തോന്നിയതെന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ താക്കോല് കയ്യിലുണ്ടായിട്ടും അദ്ദേഹം പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയായിട്ടാണ് ജീവിച്ചത്. അതെ, തികഞ്ഞ ലളിത ജീവിതം. പകലൊക്കെ വലിയ കമ്പനിയുടെ കണക്കുകൾ നോക്കുന്നൊരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ജോലി കഴിഞ്ഞു വന്ന് രാത്രി യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു ആശ്രമത്തിൽ ഉറങ്ങാൻ പോകുന്നത് പോലെയല്ലേ ഇത്? ശരിക്കും അധികാരവും പണവും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ജീവിച്ചത്? ആ CFO ഉപമ പറഞ്ഞില്ലേ, അതിന്റെ ഏറ്റവും രസകരമായ ഭാഗം അതാണ്. സമ്പത്ത് എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നന്നായി അറിയാവുന്ന ഒരാൾക്ക് അതിന്റെ നിരർത്ഥകത മനസ്സിലാകും. അത് ശരിയാണ്. അദ്ദേഹം ഗ്രിഗറി ദ ഗ്രേറ്റിന്റെ പാത പിന്തുടർന്ന് താൻ താമസിച്ചിരുന്ന ആ വലിയ ലാറ്ററൻ കൊട്ടാരം തന്നെ ഒരാശ്രമമാക്കി മാറ്റി. റോമിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്ന് ഒറ്റയടിക്ക് ഒരു സന്യാസമഠമായി മാറുകയാണ്. ഓഹോ, സ്വന്തം വീട് തന്നെ ആശ്രമമാക്കി മാറ്റിയോ? അതെ. അതുമാത്രമല്ല, സ്വന്തം സമ്പത്ത് മുഴുവൻ അതിലേക്ക് എഴുതി നൽകുകയും ചെയ്തു. ഒരു പദവി കിട്ടുമ്പോൾ ആഡംബരങ്ങളിലേക്ക് പോകുന്നതിന് പകരം കൂടുതൽ ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം ചുരുങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഈ പദവിയിലേക്കെത്താൻ അദ്ദേഹം കുറച്ചധികം കാത്തിരിക്കേണ്ടി വന്നില്ലേ? പോപ്പ് ബോണിഫസ് മൂന്നാമന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും 9 മാസത്തോളം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. 9 മാസമോ? എന്തിനായിരുന്നു ഇത്രയും വലിയൊരു ഗ്യാപ്പ്? കോൺസ്റ്റാന്റിനോപ്പിളിലെ ബൈസാന്റൈൻ ചക്രവർത്തിയുടെ ഔദ്യോഗിക അനുമതി കിട്ടിയാൽ മാത്രമേ അന്ന് സ്ഥാനാരോഹണം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ ക്രിസ്തുവർഷം 608 ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. ആ സമയത്ത് റോമിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് വായിച്ച ഓർമ്മയുണ്ട്. വളരെ മോശമായിരുന്നു. കടുത്ത ക്ഷാമം, പകർച്ചവ്യാധികൾ, നഗരത്തെ മുക്കിയ വലിയ വെള്ളപ്പൊക്കമൊക്കെയായി റോം അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുകയായിരുന്നു. ഒരു ശവപ്പറമ്പ് പോലെയല്ലേ? ജനങ്ങൾ പട്ടിണിയും രോഗവും കൊണ്ട് വലയുമ്പോൾ ഒരു വലിയ ഇടപെടൽ അവിടെ ആവശ്യമായിരുന്നു. അവിടെയാണ് അദ്ദേഹം ആ ചരിത്രപരമായ തീരുമാനമെടുക്കുന്നത്. അഗ്രിപ്പ നിർമ്മിച്ച മഹാവിസ്മയമായ പാൻതിയോൺ ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതെ, റോമിലെ ഏറ്റവും പ്രശസ്തമായ ആ പാഗൻ ക്ഷേത്രം. പക്ഷെ അതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ബൈസന്റൈൻ ചക്രവർത്തിയായ ഫോക്കാസ് എന്തിനാണ് ഇത്രയും വലിയൊരു സ്മാരകം പോപ്പിന് വിട്ടുകൊടുത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫോക്കസ് ശരിക്കും ഒരു കലാപത്തിലൂടെ വന്ന ആളല്ലേ? കൃത്യമായി പറഞ്ഞാൽ മുൻ ചക്രവർത്തിയെ കൊലപ്പെടുത്തി അധികാരം പിടിച്ചെടുത്ത ആളാണ്. അതുകൊണ്ടുതന്നെ സിംഹാസനം നിലനിർത്താൻ സഭയുടെ പിന്തുണ അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു. അതെ. അങ്ങനെ ബോണിഫസ് നാലാമൻ ഫോക്കസിൽ നിന്ന് പാൻതിയോൺ ഏറ്റെടുക്കാനുള്ള അനുമതി നേടി. ക്രിസ്തുവർഷം 609 മെയ് 13 അത് കന്യാമരിയത്തിനും എല്ലാ രക്തസാക്ഷികൾക്കുമായി സമർപ്പിച്ച് ഒരു ക്രിസ്ത്യൻ പള്ളിയാക്കി മാറ്റി. റോമൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്
ഇത്രയും വലിയൊരു പാഗൻ ക്ഷേത്രം ക്രിസ്ത്യൻ പള്ളിയാകുന്നത് അല്ലേ? ഇതിനെ ഇന്നത്തെ കാലത്തെ ടെക് കമ്പനികളുടെ മത്സരവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ആപ്പിൾ കമ്പനി ഗൂഗിളുടെ ക്യാമ്പസ് വാങ്ങിയാൽ അവരത് പൊളിച്ചുമാറ്റി പുതിയത് പണിയും. തീർച്ചയായും മിക്കവാറും അതുതന്നെ സംഭവിക്കുക. പക്ഷേ ബോണിഫസ് ആ കെട്ടിടം നശിപ്പിച്ചില്ല. റോമൻ ദേവന്മാരായ വ്യാഴം, ശുക്രൻ, ചൊവ്വ എന്നിവർക്കുള്ള ഭീമാകാരമായ കെട്ടിടം അദ്ദേഹം അതുപോലെ നിലനിർത്തി. പഴയ ചരിത്രത്തെ ഇല്ലാതാക്കാതെ അതിനെ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്കൊന്ന് ജ്ഞാനസ്നാനം ചെയ്യിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ ബുദ്ധിപരമായൊരു നീക്കമായിരുന്നു. പക്ഷെ വെറുതെ ഒരു ബോർഡ് മാറ്റിവെച്ചാൽ ജനങ്ങൾ അത് അംഗീകരിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം കാറ്റക്കോമ്പുകളിൽ നിന്ന്, അതായത് ഭൂഗർഭ ശവക്കല്ലറകളിൽ നിന്ന് 28 കാളവണ്ടികളിലായി പുണ്യവാളന്മാരായ രക്തസാക്ഷികളുടെ അസ്ഥികൾ പന്തിയോണിലേക്ക് കൊണ്ടുവന്നു. 28 കാളവണ്ടികളോ? ശരിക്കും? അതെ. തകർന്നടിഞ്ഞ റോമിലൂടെ ആ കാളവണ്ടികളിൽ അസ്ഥികൾ കൊണ്ടുവരുന്ന വലിയ ഘോഷയാത്ര ജനങ്ങൾക്ക് അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു. എന്നിട്ട് ആ അസ്ഥികൾ പ്രധാന ബലിപീഠത്തിന് താഴെയുള്ള പോർഫിറി പാത്രത്തിൽ ഭക്ത്യാദരങ്ങളോടെ നിക്ഷേപിച്ചു. ഈ പോർഫിറി പാത്രത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അതിലെ വലിയ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പോർഫിറി എന്നത് വളരെ അപൂർവമായ കടും പർപ്പിൾ നിറമുള്ള കല്ലാണ്. റോമൻ ചക്രവർത്തിമാർക്ക് മാത്രം അവകാശമുള്ള ഒന്ന്. അതെ. സാധാരണക്കാരത് ഉപയോഗിച്ചാൽ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റം. ആ രാജകീയ പ്രതീകമായ പോർഫിറി പാത്രത്തിലാണ് ഒരു കാലത്ത് റോമൻ സാമ്രാജ്യം കൊലപ്പെടുത്തിയ രക്തസാക്ഷികളുടെ അസ്ഥികൾ അദ്ദേഹം കൊണ്ടുവന്ന് വെക്കുന്നത്. സഭ അധികാരചിഹ്നങ്ങളെ സ്വന്തം കാൽക്കീഴിലാക്കിയതിന്റെ ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ഇതൊരു ഒന്നൊന്നര പവർ മൂവ് തന്നെയായിരുന്നു. യാതൊരു സംശയവുമില്ല അതില്. അല്ല, വാസ്തുവിദ്യയുടെ കാര്യത്തില് ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ലേ? പന്തിയോണിന്റെ മുകളിലുള്ള ആ വലിയ ദ്വാരം, ഓക്യുലസ് എന്ന് പറയുന്ന ആ ദ്വാരം. ശരിയാണ്. ഒരു പള്ളിയായി ഉപയോഗിക്കാൻ ആ കെട്ടിടം ഒട്ടും അനുയോജ്യമായിരുന്നില്ല. പ്രകൃതിയോട് സംവദിക്കുന്ന പഴയ പാഗൻ ആരാധനയ്ക്ക് ആ ദ്വാരം നല്ലതായിരിക്കാം. എന്നുവെച്ചാല് 30 അടിയോളം വ്യാസമുള്ള വലിയ ദ്വാരമാണ് മേൽക്കൂരയിലുള്ളത്. റോമിൽ മഴയും മഞ്ഞുമൊക്കെയുള്ളപ്പോ വെള്ളം നേരെ പള്ളികളിലെ വിശ്വാസികളുടെ തലയിലേക്ക് വീഴില്ലേ? തീർച്ചയായും വീഴും. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡിസൈൻ തകരാറിനെ അവരൊരു ദൈവീക അത്ഭുതമായി ജനങ്ങൾക്കിടയിൽ മാർക്കറ്റ് ചെയ്തത്? ഇതാണ് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയ കാര്യം. അവിടെയാണ് ആ ബുദ്ധി. പ്രതിസന്ധിയെ എങ്ങനെ അനുകൂലമാക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണത്. അവർ ആ ദ്വാരത്തെ സ്വർഗത്തിലേക്കും ദൈവത്തിലേക്കുമുള്ള തുറന്ന വാതിലായി വ്യാഖ്യാനിച്ചു. അതിലൂടെ വരുന്ന പ്രകാശം സാക്ഷാൽ ദൈവത്തിന്റെ പ്രകാശമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. കൊള്ളാം. ഗംഭീര PR വർക്ക്. ഇതിന് പിന്നിൽ ഒരു നാടോടിക്കഥ കൂടിയുണ്ട്. പന്തിയോൻ പള്ളിയാക്കുന്നത് തടയാൻ പിശാചു വന്നെന്നും ശ്രമം പരാജയപ്പെട്ടപ്പോൾ നിരാശയോടെ പിശാച് ആ കെട്ടിടത്തിന്റെ മുകളിലെ വെങ്കലഗോളം വലിച്ച് ടൈബർ നദിയിലേക്ക് എറിഞ്ഞെന്നും അങ്ങനെയാണത്രേ ആ ദ്വാരമുണ്ടായത്. അപ്പോൾ മഴവെള്ളം വീഴുന്ന ദ്വാരത്തെ പിശാചിനുമേൽ സഭ നേടിയ വിജയത്തിന്റെ പ്രതീകമാക്കി മാറ്റിയോ? അതെ. ആ ഗോളം പിന്നീട് അത്ഭുതകരമായി കണ്ടെടുത്ത് സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സൂക്ഷിച്ചെന്നും ചരിത്രരേഖകൾ പറയുന്നുമുണ്ട്. അവിശ്വസനീയമായ ബുദ്ധി തന്നെ. പഴയതിനെ തള്ളിപ്പറയാതെ തന്നെ പുതിയതുമായി ഇഴചേർത്തു. ഈ മാറ്റം പൂർണ്ണമാകുന്നത് അവിടെ തുടങ്ങിയ ഒരു പ്രത്യേക ആചാരത്തിലൂടെയാണ്. ഡൊമിനിക്ക ഡിറോസ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. എന്താണത്? പെന്തക്കൂസ്ത് തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകളായി ഇറങ്ങിവന്നതിനെ അനുസ്മരിക്കുന്ന ചടങ്ങ്. ആ വലിയ ഓക്കുലസിലൂടെ ആയിരക്കണക്കിന് ചുവന്ന റോസാപ്പൂക്കൾ താഴേക്ക് വർഷിക്കുന്ന കാഴ്ച. 140 അടി മുകളിൽ നിന്ന് സൂര്യപ്രകാശത്തിലൂടെ ചുവന്ന റോസാദളങ്ങൾ താഴെ നിൽക്കുന്ന വിശ്വാസികളുടെ മേൽ പെയ്തിറങ്ങുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഓഹോ, അത് ഭയങ്കര മനോഹരമായൊരു ദൃശ്യമായിരിക്കുമല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർഗത്തിൽ നിന്നുള്ള നേരിട്ടുള്ള അനുഗ്രഹമായി അവർക്കത് തോന്നിയിട്ടുണ്ടാകും. അതെ. കെട്ടിടം തന്നെ ആത്മീയതയുടെ ഭാഗമായി മാറി. അതുകൊണ്ടായിരിക്കും തീർത്ഥാടകർ പന്തിയോണിലെ ചിത്രങ്ങളെക്കാൾ ആ വാസ്തുവിദ്യയെ തന്നെ ആരാധിച്ചത്. തീർത്ഥാടകർ വാങ്ങിയിരുന്ന ബാഡ്ജുകളിൽ ഈ ദ്വാരമുള്ള താഴികക്കുടത്തിന്റെ ചിത്രമായിരുന്നില്ലേ ഉണ്ടായിരുന്നത്? അതെ. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഒരു കെട്ടിടം ആരാധനാമൂർത്തിയായി മാറുന്നത് ചരിത്രത്തിൽ അപൂർവമാണ്. കന്യാമറിയത്തെ ഒരു യൂണിവേഴ്സൽ മെഡോണയായും കെട്ടിടത്തെ സ്വർഗത്തിന്റെ പ്രതിരൂപമായും ജനങ്ങൾ കണ്ടു. ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെ. എന്നാൽ റോമിൽ ഈ കെട്ടിടം മാറ്റുന്ന തിരക്കിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ റോമിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയാണ്.
അദ്ദേഹം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ മതപരിവർത്തന ചരിത്രം നോക്കിയാൽ അത് മനസ്സിലാകും. പന്തിയോൺ പള്ളിയാക്കുന്ന അതേ സമയത്ത്, അതായത് ക്രിസ്തുവർഷം 610-ൽ ലണ്ടനിലെ ആദ്യ ബിഷപ്പായ മെല്ലിട്ടസ് റോമിലെത്തുന്നുണ്ട്. അതെ, ഇംഗ്ലണ്ടിലെ പുതിയ സഭയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇതൊരു വലിയ പവർ കൺസോളിഡേഷനാണ്. എന്നുവെച്ചാൽ സ്വന്തം നഗരത്തിൽ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും അദ്ദേഹം മനസ്സിലാക്കി സഭയുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ പുറത്തേക്കും വേരുകൾ പടർത്തണമെന്ന്. അതെ, വളരെ കൃത്യമായ കാഴ്ചപ്പാട്. ഒരു ഗ്ലോബൽ കമ്പനിയുടെ സിഇഒ പല രാജ്യങ്ങളിലുള്ള ബ്രാഞ്ച് മാനേജർമാർക്ക് നേരിട്ട് നിർദ്ദേശം കൊടുക്കുന്നത് പോലെയല്ലേ ഇത്? സ്വന്തം ഹെഡ്ക്വാർട്ടേഴ്സിൽ വലിയ സാമ്പത്തിക പ്രശ്നമുള്ളപ്പോഴും പുതിയ മാർക്കറ്റുകൾ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സിഇഒ. ആ ഉപമ ഇവിടെ വളരെ അനുയോജ്യമാണ്. മെല്ലിറ്റസ് അവിടെ വെറുതെ സമയം കളയുകയായിരുന്നില്ല. സന്യാസിമാരുടെ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു സിനഡിൽ അദ്ദേഹം പങ്കെടുത്തു. തിരികെ പോകുമ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ലോറൻസിനും കെന്റിലെ രാജാവ് എദൽബർട്ടിനുമൊക്കെയുള്ള പോപ്പിന്റെ ഔദ്യോഗിക കത്തുകളുമായാണ് പോയത്. ആ കത്തുകൾ ഇംഗ്ലണ്ടിന്റെ മതപരിവർത്തനത്തിൽ വലിയ സ്വാധീനം ചെലുത്തി, അല്ലേ? തീർച്ചയായും. ഒരു വശത്ത് റോമിന്റെ വാസ്തുവിദ്യ സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് ഇംഗ്ലണ്ടിൽ സഭയുടെ അടിത്തറ പാവുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യന് ഒരേ സമയം എത്ര കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കാൻ കഴിയുക എന്ന് തോന്നിപ്പോകും. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പ്രത്യേകിച്ചും അയർലൻഡിലെ സന്യാസിമാരുമായി. ഇറിഷ് മിഷണറിയിൽ നിന്നാണ് ശക്തമായ എതിർപ്പ് വന്നത്. ലൊംബാർഡി രാജാവിന്റെ പ്രേരണയാൽ അദ്ദേഹം പോപ്പിന് വളരെ രൂക്ഷമായൊരു കത്തെഴുതി. എന്തിനായിരുന്നു ആ കത്ത്? അഞ്ചാമത്തെ എക്യുമെനിക്കൽ കൗൺസിലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ സാക്ഷാൽ പോപ്പിനെതിരെ തന്നെ കൊളംബാനസ് പാഷണ്ഡത അഥവാ മതവിരുദ്ധത ആരോപിച്ചു. പോപ്പ് ഉടൻ തന്നെ ഒരു കൗൺസിൽ വിളിച്ച് സ്വന്തം വിശ്വാസവിശുദ്ധി തെളിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോപ്പിനെതിരെ മതവിരുദ്ധത ആരോപിക്കുകയോ? അക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ കുറ്റമല്ലേ അത്? ഞാൻ വിചാരിച്ചത് പോപ്പിനിതിന് ഭയങ്കര രൂക്ഷമായ മറുപടി കൊടുത്തിട്ടുണ്ടാകുമെന്നാണ്. കാരണം കൊളംബാനസിനെതിരെ വലിയ നടപടികൾ ഉറപ്പല്ലേ? എന്നാൽ അവിടെയാണ് അത്ഭുതം. രേഖകളിൽ നോക്കുമ്പോൾ സമ്പൂർണമായ നിശബ്ദതയാണ് കാണുന്നത്. പോപ്പ് ഇതിന് യാതൊരു മറുപടിയും നൽകിയതായി എങ്ങും കാണുന്നില്ല. അദ്ദേഹം ആ കത്ത് പൂർണ്ണമായും അവഗണിച്ചു. ഓഹോ, അവഗണിച്ചോ? എന്തിനായിരിക്കും ഇത്ര വലിയ ആരോപണത്തിന് മുന്നിൽ മൗനം പാലിച്ചത്? അതായിരുന്നു അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായ പക്വത. റോമിലെ ക്ഷാമം, പന്തിയോണിന്റെ പരിവർത്തനം, ഇംഗ്ലണ്ടിലെ കാര്യങ്ങൾ, ഇതിനിടയിൽ ഒരു ഐറിഷ് സന്യാസിയുമായി തർക്കിച്ച് സമയം കളയണ്ട എന്നദ്ദേഹം കരുതിക്കാണും. അനാവശ്യ വിവാദങ്ങളെ അവഗണിക്കുക എന്നത് വലിയൊരു തന്ത്രമാണ്. അതെ, അതൊരു മികച്ച ലീഡറുടെ ലക്ഷണമാണ്. വെറും 7 വർഷം മാത്രമാണ് അദ്ദേഹം അധികാരത്തിലിരുന്നത്. ക്രിസ്തുവർഷം 615 മെയ് 8-ന് അദ്ദേഹം അന്തരിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ആ ചെറിയ കാലയളവിൽ അദ്ദേഹം വലിയ മാറ്റങ്ങളുണ്ടാക്കി. റോമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടം സംരക്ഷിച്ചു. സന്യാസ ജീവിതത്തിന് പുതിയ മാനം നൽകി. പിന്നെ ഇംഗ്ലണ്ടിന്റെ ചരിത്രവും സഭയുടെ വളർച്ചയും സ്വാധീനിച്ചു. ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം പുനരുപയോഗം അഥവാ റീപർപ്പസിംഗ് എന്ന ആശയമാണ്. പഴയതിനെ നശിപ്പിക്കാതെ പുതിയൊരു ലോകത്തിനായി എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്ന് പന്തിയോൺ കാണിച്ചു തരുന്നു. തകർച്ച എന്നത് ഒരു പുതിയ തുടക്കമാകാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചിന്തയിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. പഴയ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ പുതിയൊന്നിന്റെ അടിത്തറയായി. പന്തിയോണിന്റെ ദ്വാരത്തിലൂടെ വരുന്ന പ്രകാശം പോലെ ചരിത്രത്തിന്റെ ഇരുണ്ട ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എന്നാൽ ഇതൊരു സന്തോഷകരമായ അവസാനമായി കണ്ട് നമുക്ക് ഈ എപ്പിസോഡ് നിർത്താൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾക്കായി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് ശേഷം വന്ന അഡിയോഡാറ്റസ് ഒന്നാമൻ എന്ന പോപ്പ് ആദ്യമായി ചെയ്തത് എന്താണെന്നറിയാമോ? എന്താണ് ചെയ്തത്? ബോണിഫസ് സന്യാസിമാർക്കായി കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം അദ്ദേഹം ഒന്നൊന്നായി റദ്ദാക്കി. ശരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത പാരമ്പര്യം തൊട്ടു പിന്നാലെ വന്നയാൾ ഇല്ലാതാക്കിയോ? അങ്ങനെയെങ്കിൽ വളരെ വലിയൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഒരു വലിയ നേതാവിന്റെ യഥാർത്ഥ പാരമ്പര്യമെന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ? അതോ അവർക്ക് ശേഷം വരുന്നവർ ആ ആശയങ്ങളെ സംരക്ഷിക്കുമോ നശിപ്പിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുമോ ചരിത്രത്തിലെ അവരുടെ സ്ഥാനം? നിങ്ങൾ കേൾവിക്കാർക്ക് ഇതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കാവുന്നതാണ്.
ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ഭാവി തലമുറ അതിനെ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. കൂടുതൽ കൗതുകകരമായ മറ്റൊരു ചരിത്രവുമായി നമുക്ക് ഈ പഠനത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.